ഹല്ലേലൂയ. നമ്മളിത് പലപ്പോഴും കഷായം കുടിക്കാറുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഇംഗ്ലീഷ് മരുന്ന് ഫലം ചെയ്യാതെ വരുമ്പോഴൊക്കെ നമ്മൾ കഷായം കുടിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇംഗ്ലീഷ് പലപ്പോഴും ദോഷമായതുകൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും കഷായം കുടിക്കുന്നു. ആയുർവേദ ആശുപത്രിയിൽ പോയിട്ടൊക്കെ കഷായം കുടിക്കുന്നു. പക്ഷെ പലപ്പോഴും ആ കയ്പ്പ് നമുക്ക് ഇഷ്ടപ്പെടാറില്ല എങ്കിലും നമ്മുടെ അസുഖം മാറണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ കയ്പ്പ് നമ്മൾ അനുഭവിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം അത് സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് ശരീരത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ നിറഞ്ഞ ഭക്തി നിർഭരമായ ഈ ജീവിതത്തിലും നമ്മൾ പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നടത്തിയെടുക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഉള്ള ധ്യാനകേന്ദ്രങ്ങളൊക്കെ കൂട്ടായ്മകളിലും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ അടുത്തൊക്കെ നമ്മൾ പലപ്പോഴും ഓടിച്ചെന്നിട്ട് സഹായം അപേക്ഷിക്കാറുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. കാരണം ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയതാണ്. നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പല സ്വപ്നങ്ങളും തകർന്നു പോകുമ്പോൾ മനസ്സ് വേദനിക്കാറുണ്ട്. നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പിറുപിറുക്കാറുണ്ട്. ഈ കർത്താവ് നമ്മൾ വേദനിപ്പിക്കാനോ നിരാശനാക്കാനോ ചെയ്യുന്നതല്ല ഇതൊന്നും. ഈ ചെറിയ സഹനങ്ങളിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ ശരീരത്തിൽ ഒരു വേദനയോ ഒരു പോറലോ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വ്യർത്ഥമാണ്. ആ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന നടക്കണം, നമ്മൾ ആഗ്രഹം സാധിക്കണം. നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ സാധിക്കില്ല. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ മുങ്ങേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാവും. ചിലപ്പോൾ മീൻ പിടിക്കുമ്പോൾ കൈയൊന്ന് മുറിഞ്ഞെന്ന് വരാം. പക്ഷെ അങ്ങനെ മുറിയുമ്പോഴും നമുക്ക് ഭക്ഷിക്കാനുള്ള നല്ല ഭക്ഷണം നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായിത്തീരണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വിധേയപ്പെട്ട് ആ സഹനങ്ങളെല്ലാം നമ്മൾ നെഞ്ചോടെ ചേർത്ത് നിർത്തി കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ജീവനും സുരക്ഷിതമായിരിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മുടെ സഹനങ്ങളിലൂടെ കർത്താവ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ, അങ്ങനെ തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യാക്കോബ് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഈ ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്ഷമയോടെ സഹിച്ചേ മതിയാവും. ഓട്ടമത്സരമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓടുമ്പോൾ ചിലപ്പോൾ തട്ടി വീഴാറുണ്ട്. 5-6 ആളുകൾ ഒന്നിച്ച് ഓട്ടമത്സരം നടത്തുമ്പോൾ ചിലപ്പോൾ ഓടുന്ന വഴിയിൽ നല്ല സ്പീഡിൽ ഓടുമ്പോൾ കാലിൽ മസിൽ കയറാം, വേദന എടുക്കാം, വീഴാം, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ നമ്മുടെ ലക്ഷ്യം വിജയം എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ആ ഒരു ലക്ഷ്യം വെക്കുന്നവർക്ക് മാത്രമേ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ, കിരീടം ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയൊരു ജീവിതമാണ് നമുക്കുള്ളത്. ഈ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ പലരെയും കണ്ടുമുട്ടാറുണ്ട്, പല സഹനങ്ങളും ഉണ്ടാവാറുണ്ട്, പല വേദനകളും ഉണ്ടാവാറുണ്ട്. അവയെല്ലാം ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് ഈ കിരീടം ലഭിക്കുകയുള്ളൂ. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ വരുവാൻ വേണ്ടി, ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ ദൈവം കണ്ണടക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ജോബിൻ്റെ ജീവിതം നമുക്കറിയാം. ജോബിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒന്ന് കണ്ണടച്ച് കൊടുക്കുകയാണ് പിശാചിൻ്റെ മുമ്പിൽ. കാരണം അവിടെ ജോബ് വിജയിക്കുകയാണ്. സകലരും ഉപേക്ഷിച്ചിട്ടും ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് വിജയിക്കണമെന്ന് തൻ്റെ ജീവിത പങ്കാളി പോലും പറഞ്ഞിട്ട് ജോബ് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. സകലരും ഉപേക്ഷിച്ചു, സകലരും കുറ്റപ്പെടുത്തി, സകലരും പരിഹസിച്ചു, സകലരും ഒറ്റപ്പെടുത്തി. എന്നിട്ട് പോലും ജോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ദൈവം വെറുതെ കണ്ണടച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, കൂടുതൽ വെട്ടിയൊരുക്കുവാൻ, മുന്തിരി ശാഖകൾ വെട്ടിയൊരുക്കുന്നത് പോലെ, നന്നായി കായ്ക്കുവാൻ വെട്ടിയൊരുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും വെട്ടിയൊരുക്കുമെന്ന് വരാം. എൻ്റെ യാത്രയൊക്കെ ഇതുപോലെ ഒരു വെട്ടിയൊരുക്കലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം പാപത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിലും അവരിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരോ
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ കൊതിക്കുന്ന, ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാതെ നടക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവരുടെ സ്നേഹം അറിയുമ്പോൾ അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ വിറകൊള്ളുന്നു. കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ശക്തിയോടുകൂടി, ധീരതയോടുകൂടി ദൈവത്തിന് വേണ്ടി ഈ ഓട്ടം പന്തയത്തിൽ പങ്കെടുക്കുമ്പോൾ സാത്താൻ്റെ ശക്തിയെ ക്ഷണിച്ചു പോകുന്നു. കാരണം ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്ന് മാത്രമേ നമ്മളെ സാത്താനെ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും മരണത്തിലും പിരിയാത്ത ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തോട് മാത്രമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ദൈവത്തിൻ്റെ ശാസനം നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മളെ ദൈവം വെട്ടിയെടുക്കുന്നത്, നമുക്ക് സഹനം നൽകുന്നത് നമ്മളെ നശിപ്പിച്ചു കളയാനല്ല, നമ്മളെ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാനാണ്. ഇങ്ങനൊരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അൽപ്പിച്ച ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങളിങ്ങനെ സ്റ്റേറ്റിലൂടെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും സഹനങ്ങളിലും പ്രതിസന്ധികളിലും ഈശോയെ അങ്ങയുടെ മുഖത്ത് നോക്കുന്നതിന് പകരം ആകുലതകളും പരിഭവങ്ങളുമായിട്ട് നിരാശയിൽ വീട് പോയിട്ടുണ്ട്, രോഗാവസ്ഥത്തിൽ വീട് പോയിട്ടുണ്ട്, ബിസിനസ്സിൽ തകർച്ച വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ടവരുടെ മരണം, ജോലി ലഭിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ തിരസ്കരണങ്ങൾ നേരിടുമ്പോഴൊക്കെ ദൈവത്തെ പഴിചാരാതെ നമ്മൾ നല്ലൊരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് സുനിശ്ചിതമാണ്. ആ ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിച്ചേക്കാം, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, നിനക്ക് കഷ്ടതകളില്ലേ, ദുഃഖങ്ങളില്ലേ, നീ ഇതേപോലെ നടക്കുന്നതാണല്ലോ, ഒരുപാട് സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ, എന്നിട്ടും നിന്റെ ജീവിതം എന്ത് ഇങ്ങനെ ആയി പോകുന്നത് എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കണം, കർത്താവിനോട് വിശ്വസ്തത കാണിക്കുവാനും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും നമ്മൾ അനുഭവിച്ച ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മൾ യഥാർത്ഥമായിട്ട് തയ്യാറാവണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി 13:17 എപ്പോഴും നമ്മൾ ഓർക്കാം. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. ഈ സഞ്ചരിക്കുന്ന വഴികളിൽ, നീ പ്രാർത്ഥനയോട് നടക്കുന്ന വഴികൾ എല്ലാം കർത്താവ് നിനക്ക് സ്വന്തമായിട്ട് തരും. നമുക്ക് സ്വന്തമായിട്ട് ഇത് കിട്ടുമ്പോൾ നമുക്കിത് തിരിച്ച് കർത്താവിന് തന്നെ സമർപ്പിക്കാം. കർത്താവ് തന്നെ ഇതെല്ലാം നോക്കട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറട്ടെ. ഹല്ലേലൂയ.